ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഒരിക്കലും എക്സാമിനേഷന് പോകാൻ പാടില്ല. ഏതൊക്കെയാണ് ഈ 4 കാര്യങ്ങൾ എന്നല്ലേ? വാ നമുക്കൊന്ന് നോക്കാം. ഹായ് ഓൾ, എന്റെ പേര് ബഹാവുദ്ദീൻ. വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന 4 കാര്യങ്ങൾ ഏതെന്ന് വെച്ചാൽ ഡിഫറൻസസ് ആണ്. അതെ, അതായത് കഴിഞ്ഞ 5 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ 4 തവണയും ചോദിച്ചൊരു ചോദ്യമാണ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഈ ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറഞ്ഞാൽ? ഒരു ഫേം, ഒരു ബിസിനസ് സ്ഥാപനം, അതായത് ഒരു ബിസിനസ് സ്ഥാപനം അടച്ചു പൂട്ടുകയാണ്, ക്ലോസ് ചെയ്യാണ്, വൈൻഡിങ് അപ്പ് ചെയ്യാണ്. ക്ലിയർ അല്ലേ? ഇങ്ങനെ ഒരു ബിസിനസ് സ്ഥാപനം അടച്ചു പൂട്ടുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. എന്നാൽ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പാർട്ട്നേഴ്സിൽ ചേഞ്ച് സംഭവിക്കുന്നു. അതായത് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. എന്താ സംഭവിക്കുക? 2 പാർട്ട്നേഴ്സ് ഉണ്ട്, അതിലേക്ക് ഒരാളും കൂടെ ആഡ് ചെയ്യുന്നു, അപ്പൊ 3 പാർട്ട്നേഴ്സ് ആയി. അപ്പൊ എന്ത് സംഭവിച്ചു? പഴയ പാർട്ട്ണർഷിപ്പിന് അവസാനിച്ചു, പുതിയ പാർട്ട്ണർഷിപ്പാണ് തുടങ്ങുന്നത്. ക്ലിയർ അല്ലേ? അതേപോലെ റിട്ടയർമെന്റ്, 3 പാർട്ട്നേഴ്സ് ഉള്ള ഒരു ബിസിനസ് ആണ്, അതിലൊരാൾ റിട്ടയർ ചെയ്ത് പോകുന്നു. ക്ലിയർ അല്ലേ? ഇങ്ങനെ ബിസിനസ്സിന് ഒരു അവസാനം ഉണ്ടാവില്ല. റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കുകയാണെങ്കിൽ, അതായത് പാർട്ട്നേഴ്സിന്റെ എണ്ണം കൂടുകയോ കുറയുകയോ സംഭവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ നമ്മൾ റിലേഷൻഷിപ്പിൽ ചേഞ്ച് സംഭവിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണിത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ. രണ്ടും വ്യത്യാസം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. ഒന്നിൽ ബിസിനസ് സ്ഥാപനം ഒരിക്കലും അവസാനിക്കുന്നില്ല, എന്നാൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിലോ ബിസിനസ് സ്ഥാപനം ക്ലോസ് ചെയ്യാൻ. ക്ലിയർ? എങ്കിൽ എന്തൊക്കെയാണ് ഡിഫറൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ റിലേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എമംഗ് ഡിഫറെന്റ് പാർട്ട്നേഴ്സ് ചേഞ്ചസ്. പാർട്ട്നേഴ്സ് തമ്മിൽ റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ആണ് സംഭവിക്കുന്നത്. എവിടെ? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ. എന്നാൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിലേക്ക് നോക്കുകയാണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ ഓൾ പാർട്ട്നേഴ്സ് കം ടു എൻ എൻഡ്. അതായത് എല്ലാ പാർട്ട്നേഴ്സും തമ്മിൽ റിലേഷൻഷിപ്പിന് എൻഡ് ചെയ്യുന്നു, അവസാനം ഉണ്ടാകുന്നു. ഓക്കെ അല്ലേ? രണ്ടാമത്തത്, ദ ബിസിനസ് ഇസ് നോട്ട് ടെർമിനേറ്റഡ്. നമ്മൾ പറഞ്ഞു ബിസിനസ് ഒരിക്കലും എവിടെ അവസാനിക്കുന്നില്ല? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ അവസാനിക്കുന്നില്ല അല്ലേ? എന്നാൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിലോ ദ ബിസിനസ് ഇസ് ടെർമിനേറ്റഡ്. ബിസിനസ് അവിടെ അവസാനിക്കും, കാരണം ബിസിനസ് ഇനി മുതൽ ഉണ്ടാവില്ല. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, റീവാലുവേഷൻ അക്കൗണ്ട് ഇസ് പ്രിപ്പയർഡ് അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. അതായത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അതായത് അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത്, അതേപോലെ തന്നെ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അമാൽഗമേഷൻ ഓഫ് 2 പാർട്ട്ണർഷിപ്പും. ഇത്തരം സിറ്റുവേഷൻസിലേക്ക് എന്താ സംഭവിക്കുക? ഈ സാഹചര്യങ്ങളിലൊക്കെ റീവാലുവേഷൻ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുക അല്ലേ? എന്നാൽ നേരെ മറിച്ച് ഡിസൊല്യൂഷന്റെ സമയത്ത്, ഡിസൊല്യൂഷൻ ഓഫ് ഫേമിന്റെ സമയത്ത് നോക്കുകയാണെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് ഇസ് പ്രിപ്പയർ അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. ഒരു ഫേം അടച്ചു പൂട്ടുമ്പോൾ നമ്മൾ ഏത് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുക? റിയലൈസേഷൻ അക്കൗണ്ട് ആയിരിക്കും പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലി, ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ആർ നോട്ട് ക്ലോസ്ഡ്, ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ്. അതായത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ അവിടെ ഒരിക്കലും എന്ത് സംഭവിക്കില്ല? ബിസിനസ് അവസാനിക്കുന്നില്ല, അതുകൊണ്ട് ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ നേരെ മറിച്ച് ഡിസൊല്യൂഷൻ ഓഫ് ഫേമിന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ബിസിനസ് അവസാനിക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്തിരിക്കണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇതാണ് ഒന്നാമത്തെ ഡിഫറൻസ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം കിട്ടി. എന്താണ്? ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ഓക്കെ, രണ്ടാമത് മറ്റൊരു കാര്യം, ഡിസിഷൻ ബിറ്റ്വീൻ റീവാലുവേഷൻ അക്കൗണ്ട് ആൻഡ് റിയലൈസേഷൻ അക്കൗണ്ട്. അതായത് റിയലൈസേഷൻ അക്കൗണ്ടും റീവാലുവേഷൻ അക്കൗണ്ടും നമ്മൾ ഡിഫറൻസസ് എന്തൊക്കെയാണ് നോക്കാം. ഒന്നാമത്തെ എന്താ? പ്രിപ്പയർ അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. അതായത് റിയലൈസേഷൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യപ്പെടാ ഡിസൊല്യൂഷന്റെ സമയത്താണ്. അതായത് ഒരു ബിസിനസ് അടച്ചു പൂട്ടുമ്പോഴാണ് എന്ത് പ്രിപ്പയർ ചെയ്യുക? റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. എന്നാൽ റീവാലുവേഷൻ അക്കൗണ്ടോ പ്രിപ്പയർ അറ്റ് ദ ടൈം ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത്, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അമാൽഗമേഷൻ. ക്ലിയർ? ഇങ്ങനെ റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക? റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. സെറ്റ് അല്ലേ? സെക്കൻഡ് പോയിന്റ്, it is prepared to find out the profit or loss on realization of assets and liabilities. അസറ്റിന്റെയും ലാബിലിറ്റിയും വിൽക്കുന്ന സമയത്തുള്ള പ്രോഫിറ്റിനെയും ലോസിനെയും കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ? എന്നാൽ നേരെ മറിച്ച് റീവാലുവേഷൻ അക്കൗണ്ട് എന്ത് പ്രിപ്പയർ ചെയ്യുന്ന അറിയാവോ? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ദി പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റിനെയും ലാബിലിറ്റിയും റീവാല്യൂ ചെയ്യുമ്പോൾ, എങ്ങനെ? അസറ്റിനെയും ലാബിലിറ്റിയും റീവാല്യൂ ചെയ്യുമ്പോൾ അവിടെ ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടെത്താൻ വേണ്ടി എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. മൂന്നാമത്തെ പോയിന്റ്, ഇൻ ദിസ് അക്കൗണ്ട് ഓൾ ദി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ റെക്കോർഡഡ് അറ്റ് ദിസ് ബുക്ക് വാല്യൂ. നമുക്ക് എല്ലാവർക്കും അറിയാം റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മൾ ആദ്യം റിയലൈസേഷൻ അക്കൗണ്ടിൽ ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ് ബാലൻസ് ഷീറ്റിലെ ബുക്ക് വാല്യൂ എത്രയാണോ, അതായത് ബുക്ക് ഓഫ് അക്കൗണ്ട്സിലെ ഓരോ അസറ്റിന്റെയും ലാബിലിറ്റിന്റെയും വാല്യൂ എന്താണോ അതേ വാല്യൂവിനായിരിക്കും നമ്മൾ എങ്ങോട്ട് റെക്കോർഡ് ചെയ്യുക? റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യാം അല്ലേ? എല്ലാവർക്കും റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുക? ക്വസ്റ്റ്യനിൽ കൊടുത്ത ബാലൻസ് ഷീറ്റിലെ വാല്യൂ എന്താണോ ആ വാല്യൂ ഉള്ള അതേ ഐറ്റം നമ്മൾ എന്ത് ചെയ്യും? നേരെ റെക്കോർഡ് ചെയ്യും റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക്. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് പഠിച്ചത് അല്ലേ? അതിനെ വിളിക്കുന്ന പേരാണെന്ത്? റെക്കോർഡ് ഇൻ ദ ബുക്ക് വാല്യൂ. പറഞ്ഞ കാര്യം ക്ലിയർ? അതായത് അസറ്റിനെ അതിന്റെ ബുക്ക് വാല്യൂ എത്രയാണ്? എന്താ ബുക്ക് വാല്യൂ? ക്വസ്റ്റ്യനിൽ കൊടുത്ത വാല്യൂ. ആ വാല്യൂവിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ, എന്നാൽ റീവാലുവേഷൻ അക്കൗണ്ട് കേസിലേക്ക് നോക്കുകയാണെങ്കിലോ ഇറ്റ്സ് അക്കൗണ്ട് ഓൺലി ചേഞ്ചസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ റെക്കോർഡഡ്.
റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അസറ്റിന്റെയും ലാബിലിറ്റിന്റെയും വാല്യൂ ഉള്ള ചേഞ്ചസ് എന്തൊക്കെയാണോ ആ ചേഞ്ചിനെ മാത്രമേ നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യുള്ളൂ, റീവാലുവേഷൻ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. അവസാനമായി യൂഷ്വലി ഡിസൊല്യൂഷൻ ഓർ റിയലൈസേഷൻ എക്സ്പെൻസസ് ആർ ഷോൺ ഇൻ ദിസ് അക്കൗണ്ട്. അതായത് റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും, ഡിസൊല്യൂഷൻ എക്സ്പെൻസസ് അഥവാ റിയലൈസേഷൻ എക്സ്പെൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യും. എന്നാൽ റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നോ സച്ച് എക്സ്പെൻസസ് ആർ ഷോൺ. അതായത് റീവാലുവേഷൻ സമയത്ത് എന്തുണ്ടാവാറില്ല, ഇത്തരത്തിലുള്ള എക്സ്പെൻസിന് ഒന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല, കാണിക്കാറില്ല. സെറ്റ്. രണ്ടാമത്തെ ഡിഫറൻസ് ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് എന്തായാലും നോട്ട് ചെയ്ത് പോകേണ്ട നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാക്രിഫൈസിംഗ് റേഷ്യോ ആൻഡ് ഗെയിനിങ് റേഷ്യോ. ഓക്കെ അല്ലേ? ഗെയിനിങ് റേഷ്യോയും സാക്രിഫൈസിംഗ് റേഷ്യോ നമ്മുടെ ഡിഫറൻസ് എന്തൊക്കെയാണ്? ഒന്നാമത് ഇറ്റ് കാൽക്കുലേറ്റഡ് ഓൺ ദി അഡ്മിഷൻ ഓഫ് പാർട്ണർ. ഓക്കെ, അതായത് സാക്രിഫൈസിംഗ് റേഷ്യോ നമ്മൾ എപ്പോഴാണ് കണ്ടുപിടിക്കാം, അഡ്മിഷൻ ഓഫ് എ പാർട്ണർ സമയത്താണ് കണ്ടുപിടിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റഡ് ഓൺ ദി റിട്ടയർമെന്റ് ഓർ ഡെത്ത്. അതായത് ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കല് ഒരു പാർട്ണർ റിട്ടയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡെത്ത് ആകുന്ന സാഹചര്യത്തിൽ എന്ത് കണ്ടുപിടിക്കുക, ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കുക. സിമ്പിൾ. ഇനി എന്താ സാക്രിഫൈസിംഗ് റേഷ്യോ ഇക്വേഷൻ? ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ സണ്ണ് അല്ലേ? എന്താണ് സാക്രിഫൈസിംഗ് റേഷ്യോ ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഇതാണ് എന്തിന്റെ ഇക്വേഷൻ, നമ്മുടെ സ്വന്തം സാക്രിഫൈസിംഗ് റേഷ്യോന്റെ ഇക്വേഷൻ. പറഞ്ഞ കാര്യം ക്ലിയർ, എല്ലാവർക്കും ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? എന്നാൽ നേരെ മറിച്ച് ഗെയിനിങ് റേഷ്യോന്റെ ഇക്വേഷൻ എന്താ, ഗെയിനിങ് റേഷ്യോന്റെ ഇക്വേഷൻ ആണ് ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. എന്താണ് ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ ആണ് എന്തിന്റെ ഇക്വേഷൻ, ഗെയിനിങ് റേഷ്യോന്റെ ഇക്വേഷൻ. നെക്സ്റ്റ് സാക്രിഫൈസിംഗ് റേഷ്യോയുടെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആർ ക്രെഡിറ്റർ ഇൻ ദ സാക്രിഫൈസിംഗ് റേഷ്യോ. അതായത് സാക്രിഫൈസിംഗ് റേഷ്യോ കണ്ടുപിടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, പ്രീമിയം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ പ്രീമിയം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഗെയിനിങ് റേഷ്യോന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിലോ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ആർ ഡെബിറ്റഡ് ഇൻ ഗെയിനിങ് റേഷ്യോ. അതായത് ഇവിടെ എന്തിനാണ് നമ്മൾ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്, ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കുന്നത് ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡെത്ത് ആയാൽ അയാൾക്ക് ഗുഡ് വില്ല് കൊടുക്കണം. ക്ലിയർ അല്ലേ? ഈ ഗുഡ് വില്ല് ആരാ കൊടുക്കുക, ഗെയിനിങ് പാർട്ട്നേഴ്സ് കൊടുക്കണം. സോറി, കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഗെയിനിങ് റേഷ്യോയിൽ കൊടുക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഗെയിനിങ് പാർട്ട്നേഴ്സ് ഓക്കെ. ഇനി നെക്സ്റ്റ് ഗെയിനിങ് റേഷ്യോന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ആർ ഡെബിറ്റഡ് ഇൻ ഗെയിനിങ് റേഷ്യോ. അതായത് ഗെയിനിങ് റേഷ്യോ നമ്മൾ എന്തിനാ കണ്ടുപിടിക്കുന്നത്, അതായത് ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡെത്ത് ആകുമ്പോൾ അവർക്ക് നമ്മൾ ഗുഡ് വില്ല് കൊടുക്കേണ്ടി വരും അല്ലേ? ഈ ഗുഡ് വില്ല് ആരാ കൊടുക്കേണ്ടി വരാ, കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഗെയിനിങ് റേഷ്യോയിലാണ് ഗുഡ് വില്ല് കൊടുക്കേണ്ടി വരാം അല്ലേ? ഇങ്ങനെ ഇവർ കൊടുക്കുന്നത് കൊണ്ട് ഇവരെ അക്കൗണ്ട് എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അതുകൊണ്ട് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ആണ് ഗുഡ് വില്ല് കൊടുക്കുന്നത്. അതുകൊണ്ട് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്തിരിക്കണം, ഡെബിറ്റ് ചെയ്തിരിക്കണം. ലാസ്റ്റ് ആൻഡ് ഫൈനലി ഇറ്റ് ഈസ് decreases the share of old partners, it increases the share of remaining partners. ഓക്കെ അല്ലേ? അതായത് സാക്രിഫൈസിംഗ് റേഷ്യോന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഡിക്രീസ് ദ ഷെയർ ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ്, ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ഷെയറിനെ കുറയ്ക്കുന്നു എന്ത്, സാക്രിഫൈസിംഗ് റേഷ്യോ അല്ലേ? എന്നാൽ ഗെയിനിങ് റേഷ്യോന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിലോ ഇറ്റ് ഇൻക്രീസ് ദ ഷെയർ ഓഫ് റിമൈനിങ് പാർട്ട്നേഴ്സ്, റിമൈനിങ് പാർട്ട്നേഴ്സിന്റെ ഷെയർ വർദ്ധിക്കും. ഇത് എന്തുകൊണ്ടാണെന്ന് പറയാം ഇങ്ങനെ പറയാനുള്ള റീസൺ. അതായത് വിചാരിക്കാം സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വെക്കുന്നത്, സിംപ്ലി വി ക്യാൻ സേസ് ദാറ്റ് ഒരു പാർട്ട്ണർ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യാണ്. ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സിന്റെ പ്രോഫിറ്റ് ആണ് ആർക്ക് കൊടുക്കുന്നത്, പുതിയ പാർട്ട്ണർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഇവിടെ ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ലാഭം കുറയും, പ്രോഫിറ്റ് കുറയും. അതുകൊണ്ടാണ് ഡിക്രീസ് ദ ഷെയർ ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ് ഉദ്ദേശിച്ചത്. ഇവിടെ ലാഭവിഹിതം കുറയും എന്നാണ് അർത്ഥം വെച്ചത്. ഓക്കെ, എന്നാൽ നേരെ മറിച്ച് ഗെയിനിങ് റേഷ്യോന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിലോ 3 പേര് പാർട്ട്നേഴ്സ് ആണ്, ഒരാൾ റിട്ടയർ ചെയ്ത് പോയി. അപ്പം ഈ റിട്ടയർ ചെയ്ത് പോയ പാർട്ട്ണർ ലാഭം കൂടി ആർക്ക് കിട്ടാണ്, കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിന് കിട്ടാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നു, ഇവിടെ ഓൾഡ് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണോ ഈ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിന് എന്ത് കിട്ടുന്നു, കൂടുതൽ ലാഭം കിട്ടും, പഴയതിനേക്കാൾ കൂടുതൽ ലാഭം കിട്ടും. പറഞ്ഞ കാര്യം ക്ലിയർ? ഞാനൊരു സിമ്പിൾ എക്സാമ്പിളൂടെ പറഞ്ഞത്, ശ്രദ്ധിച്ചു കേട്ടോ. അതായത് വിചാരിക്കാം ഇപ്പം എയും ബിയും പാർട്ട്നേഴ്സ് ആണ്, അവരുടെ കയ്യിൽ 100 രൂപ പ്രോഫിറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. കമ്പനിക്ക് 100 രൂപ പ്രോഫിറ്റ് കിട്ടി, എയും ബിയും 50-50, 50 രൂപ എക്കും 50 രൂപ ബിക്കും ആണ് കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ 50-50, എക്ക് 50 രൂപ പ്രോഫിറ്റ്, ബിക്ക് 50 രൂപ പ്രോഫിറ്റ്. ക്ലിയർ? അതിലേക്ക് ആരും കൂടി കടന്നു വന്നു, സി കൂടെ കടന്നു വന്നു. എന്താ സംഭവിക്കുക, സി കടന്നു വരാൻ സ്വാഭാവികമായിട്ടും 100 രൂപ പ്രോഫിറ്റ് തന്നെ കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ എയും ബിയും സിയും എങ്ങനെയൊക്കെയും വിരിച്ചെടുക്കേണ്ടി വരാം, 33, 34. 3 പേരും ഈക്വൽ ആയിട്ട് വിരിച്ചെടുക്കുകയാണെങ്കിൽ ഇവിടെ എക്കും ബിക്കും എന്ന് സംഭവിച്ചു, പ്രോഫിറ്റ് കുറഞ്ഞു. അതാണ് ഇവിടെ പറഞ്ഞത്, ഇത് ഡിക്രീസ് ദ ഷെയർ ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? നേരെ തിരിച്ചും ചിന്തിച്ച് നോക്കാം. അതായത് ഗെയിനിങ് റേഷ്യോന്റെ കേസിലേക്ക് നോക്കാം. എയും ബിയും സിയും പാർട്ട്നേഴ്സ് ആണ്. 100 രൂപ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഇവർ 3 പേര് എങ്ങനെയാ വിരിച്ചെടുക്കല്, 33 രൂപ എക്ക്, 33 രൂപ ബിക്ക്, 34 രൂപ സിക്ക്. വിചാരിക്കാം സി റിട്ടയർ ചെയ്തു പോയി. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഈ സീന്റെ ലാഭം കൂടി ആരിനി വിധിച്ചെടുക്കും, എയും ബിയും വിധിച്ചെടുക്കും. അപ്പൊ എന്താ സംഭവിക്കുക, പഴയതിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് ആർക്ക് കിട്ടി, എക്കും ബിക്കും കിട്ടി. അതാണ് ഇവിടെ പറയുന്നത്. ഗെയിനിങ് റേഷ്യോന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇൻക്രീസസ് ദ ഷെയർ ഓഫ് റിമൈനിങ് പാർട്ട്നേഴ്സ്. എന്തിന്റെ ഷെയർ ആണ്, ലാഭവിഹിതത്തിന്റെ ഷെയർ ആണ്. സെറ്റ് അല്ലേ? ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലി ശ്രദ്ധിക്കേണ്ട 4ാമത്തെ പോയിന്റ് ആണ് എന്ത്,
ഫിക്സഡ് ക്യാപിറ്റലും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റലും നമ്മൾ ഡിഫറൻസ് ആണ് നോട്ട് ചെയ്ത് പോകേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാലാമത്തെ ഡിഫറൻസ് ആണ് എന്ത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഫിക്സ്ഡ് ക്യാപിറ്റൽ ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ. എന്താ ഒന്നാമത്തത് ഫിക്സ്ഡ് ക്യാപിറ്റലിന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ 2 accounts are prepared, that is capital account and current account. ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം 2 അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, കറന്റ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഓക്കെ അല്ലേ? സെക്കൻഡ് വൺ, രണ്ടാമത്തത് 1 account is prepared, that is capital account. അതായത് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് പ്രകാരം ഒരേ ഒരു അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യുള്ളൂ. അതെന്താ? ദാറ്റ് ഇസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ അല്ലേ? സെക്കൻഡ് ഡിഫറൻസ്, adjustment relating to interest on capital, salary, commission, etc. are made in the current account. അതായത് ഒരു പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ട അഡ്ജസ്റ്റ്മെന്റ് ഐറ്റംസ്, സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. സോ ഇത്തരം ഐറ്റംസ് ഒക്കെ എവിടെയാ കാണിക്കുക? കറന്റ് അക്കൗണ്ടിലായിരിക്കും കാണിക്കുക. ഏത് മെത്തേഡ് പ്രകാരം? ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം. ഓക്കെ അല്ലേ? എന്നാൽ നേരെ മറിച്ച് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റലിന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ഓൾ അഡ്ജസ്റ്റ്മെന്റ്സ് ആർ മെയ്ഡ് ഇൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട്. എല്ലാ അഡ്ജസ്റ്റ്മെന്റ് ഐറ്റംസും, സാലറി ആണെങ്കിലും കമ്മീഷൻ ആണെങ്കിലും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണെങ്കിലും എല്ലാം നമ്മൾ ഇവിടെയൊക്കെ കൊടുക്കുക, നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് റെക്കോർഡ് ചെയ്യുക. സിറ്റ് സിമ്പിൾ റൈറ്റ്. മൂന്നാമത്തെ ഡിഫറൻസ് എന്താണ്? ദ ബാലൻസ് ഓഫ് ഫിക്സ്ഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡസ് നോട്ട് ചേഞ്ചസ്. അതായത് ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഒരിക്കലും എന്ത് ചെയ്യില്ല? ചേഞ്ച് ചെയ്യൂല. ഇവിടെ ഫിക്സഡ് മെത്തേഡ് ആണ്, അതുകൊണ്ടാണ് ഫിക്സഡ് മെത്തേഡ് എന്ന് പേര് വന്നത് അല്ലേ? എന്നാൽ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് ആണെങ്കിലോ ദ ബാലൻസ് ഓഫ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് കീപ്സ് ഓൺ ചേഞ്ചിങ്. അതായത് ചേഞ്ച് ചെയ്തുകൊണ്ടേ നിൽക്കും. ക്ലിയർ? അതുകൊണ്ടാണ് ഫ്ലക്ച്വേറ്റിംഗ്. എന്താണ് ഫ്ലക്ച്വേറ്റിംഗ് എന്ന് പറഞ്ഞാൽ? വാക്കിന്റെ അർത്ഥം എന്താണ്? വ്യതിയാനമുള്ളത്, വ്യത്യാസം സംഭവിക്കുന്നത്, മാറ്റമുള്ളത് എന്നൊക്കെയാണ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അടുത്തത് ലാസ്റ്റ് ഫൈനലി, ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ആർ ഓൾവേസ് ഷോൺ ഇൻ ക്രെഡിറ്റ് ബാലൻസ്. അതായത് ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രകാരം ക്യാപിറ്റൽ അക്കൗണ്ട് എപ്പോഴും എന്ത് ബാലൻസ് ആയിരിക്കും? ഇറ്റ് ഷുഡ് ബി ഓൾവേസ് ഷോൺ ഓൺ ദി ക്രെഡിറ്റ് ബാലൻസ്. ക്രെഡിറ്റ് ബാലൻസേ കാണിക്കത്തുള്ളൂ. ഓക്കെ അല്ലേ? എന്നാൽ നേരെ മറിച്ച് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് മേ ഹാവ് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് ബാലൻസ്. ഓക്കെ, ചിലപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ആവാം, ചിലപ്പോൾ എന്ത് ചെയ്യാം? ഡെബിറ്റ് ബാലൻസ് ആവാം. ഇവിടെ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് പ്രകാരം എന്തിന്? ക്യാപിറ്റൽ അക്കൗണ്ടിന്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഈ 4 കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എക്സാമിനേഷന് പോകുമ്പോൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുന്ന 4 ഡിഫറൻസസ്. സോ എല്ലാവർക്കും ഓക്കെ അല്ലേ? എല്ലാവർക്കും സെറ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ മക്കളെ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓൾ ദി ബെസ്റ്റ്.